സ്വർണം കാരണവാൻ വീട്ടിൽ ഞങ്ങളെ സ്നേഹിക്കുന്നതിനുമായി സ്വത്തിരുതാവി നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്ന കർത്താവി വീണ്ടും ഒരു ഞായറാഴ്ച കർത്താവി സന്ധ്യാസമയം അങ്ങയുടെ പാതപരത്തിലായിരിക്കാൻ സാധിച്ച കണ്ടുവയ്ക്കാൻ നന്ദിയോടെ സന്തോഷം കർത്താവി ഞങ്ങൾ വന്നയാറിനെ ഈ ആലികവും ഉത്സവവും കുഞ്ഞാറിൻ്റെ രക്തമുദ്രയിട്ടുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടി ഓരോരുത്തരെയും കർത്താവി തിരികെയായി സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവി അങ്ങയുടെ പാതപരത്തിൽ സമർപ്പിക്കുന്നു. കർത്താവി പാടുപാടുവാനും വചനം ധ്യാനിക്കുവാനുള്ള കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നമേ നിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മാർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവി ഇതിനായ പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തൊഴിൽ വരണമെന്ന് കർത്താവി വരുവാനുള്ളവരെ എത്രയും വേഗം കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവി യാത്രയിലെല്ലാം കൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവി വചനം പറയുന്ന മോണിച്ചാലും നിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവി ആത്മാവിൽ ബലപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടുന്നതായ മന്നാവളം കുട്ടികളുള്ള പരിശുദ്ധാത്മ ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരാൻ സാധിക്കാത്തവരെ നിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവ് അയക്കുന്ന സ്ഥലത്ത് നിന്റെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവമാർക്കും യേശുവിനെ കൃപയോടെ കേട്ടിട്ടുണ്ടെന്ന് മാറണം. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോ ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോ ഈശനെ. Amen.
സമീപം വരവിൽ പ്രത്യാശയാൽ നിറഞ്ഞിടാമേ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ വാഴ്ചയിലോർത്ത ഈശനെ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ വാഴ്ചയിലോർത്ത ഈശനെ. ചെത്തിലല്ലയോ കിടന്നതോർത്തു നോക്കിയ മാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. ചെത്തിലല്ലയോ കിടന്നതോർത്തു നോക്കിയ മാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നു നാഥനെ. ഈ ചോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നു നാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര നല്ലവൻ. ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര നല്ലവൻ. ഇന്നും എന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയെത്രയോ അതിവിശുദ്ധം സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയെത്രയോ അതിവിശുദ്ധം സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളോ എല്ലാ കൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ലംഘനങ്ങളോ എല്ലാ കൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര നല്ലവൻ. ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര നല്ലവൻ. ഇന്നും എന്നും കൂടെയുള്ളവൻ. എനിക്കോ സഹായകൻ സകാല ഗീതവുമാവേ. എനിക്കോ സഹായകൻ സകാല ഗീതവുമാവേ. നല്ല വൈദ്യനോ ദിവ്യൗഷധവുമേ ആത്മസഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനോ ദിവ്യൗഷധവുമേ ആത്മസഖിയുമാവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര നല്ലവൻ. ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര നല്ലവൻ. ഇന്നും എന്നും
ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്രമല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്രമല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. 135. കൊടിയ കാറ്റടിക്കണമേ ആത്മാമന്ദമാരുതനെ മധ്യത്തിൽ. കൊടിയ കാറ്റടിക്കണമേ ഭക്തം Amen.
തൊണ്ണൂറ്റഞ്ചാം സംഗീതം 95. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിക്കാം, നമ്മുടെ രക്ഷയുടെ മാറക്കാർപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും ഇത് മഹാരാജാവ് തന്നെ. സമുദ്രമനുള്ളത് അവൻ അതിനുണ്ടാക്കി, കരയിലും അവന്റെ കൈകൾ മനിമനിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവരുടെ കൈക്കിലെ ആളുകളും തന്നെ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ആകിയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലായിരുന്നു. ഞാൻ എന്റെ കോട്ടകളിൽ സത്യം ചെയ്തു. അവസാനത്തെ വാക്യം കർത്താവ് പറയുകയാണ്, ആകയാൽ അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. പുതിയ നിയമത്തിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ സ്വസ്ഥതയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 4:1 ഇങ്ങനെ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടും. എന്നിട്ട് പറയാണ്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. അതായത് ഗുഡ് ന്യൂസ്, സുവിശേഷം കേട്ടവരാണ്, വചനം കേട്ടവരാണ്. എങ്കിലും കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാതെ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. നമ്മൾ പാടാറുണ്ട്, കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ഒരു സ്വസ്ഥതയുമില്ല, ജനങ്ങൾ കണ്ണുനീരിൻ്റെ അനുഭവത്തിലായിരിക്കുകയാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും കിട്ടിയിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, വേദനകൾ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ സ്വസ്ഥതയാണ്. കടഭാരത്തിൻ്റെ നടുവിലും രോഗത്തിൻ്റെ നടുവിലും ഒക്കെയും നമ്മളൊരു സ്വസ്ഥത അനുഭവിക്കുക. അത് സ്വർഗം തരുന്ന സ്വസ്ഥതയാണ്. അതിൻ്റെ പേരാണ് യേശു ക്രിസ്തുവിൻ്റെ സ്വസ്ഥത. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് അങ്ങനെയാണ്. അപ്പം കർത്താവിൻ്റെ ക്രോധത്തിൽ കർത്താവ് സത്യം ചെയ്ത് പറയുകയാണ്, അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. ആരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? 8-ാം വാക്യം മുതൽ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അതായത് ദൈവശബ്ദം കേൾക്കുന്ന ജനമായിരുന്നു ഇസ്രായേൽ മക്കൾ. മോശയിലൂടെ യഹോവയാം ദൈവം അരുളി ചെയ്ത് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം എന്നെല്ലാം പറയുന്ന ഒരു സന്ദർഭത്തിൽ അവർ ഇവിടെ 10-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അതായത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പോന്ന് 40 വർഷക്കാലം മരുഭൂമിയിൽ അവർ ജീവിച്ചു എന്നാണ്. 40 വർഷക്കാലം. പക്ഷെ ഈ 11 ദിവസത്തെ ദൂരമേ ഉള്ളൂ എന്നാണ് അത് ആവർത്തനത്തിലൊന്നിലാണ് പറയുന്നത്, അല്ലേ? പഴയ ഓർമ്മ നമുക്ക് നോക്കാം, അല്ലേ? ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. ഹലോ, ആവർത്തനം 1:2 11 ദിവസത്തെ ആവർത്തന പുസ്തകം 1:2.
ആ അപ്പം 11 ദിവസത്തെ വഴിയുള്ളൂ. അവര് 40 സംവത്സരങ്ങൾ കൊണ്ടാണ് ഈ 11 ദിവസത്തെ വഴി കർത്താവ് കടത്തിവിട്ടിട്ട് ബ്ലോക്ക് ചെയ്ത് അവിടെ നിർത്തി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം കഠിനമാക്കി എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ സങ്കീർത്തനത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ പരീക്ഷിച്ചു, ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും ദൈവത്തെ ശോധന ചെയ്തിട്ട് പറയുകയാണ്, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം, ദൈവത്തിൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും പറഞ്ഞു. അപ്പം കർത്താവിനറിയാം. അതായത് അവിടെ പുറപ്പെട്ടതായ ജനം അല്ലേ 600,000 6 ലക്ഷം ഇല്ല 20 വയസ്സിന് മേളിൽ പ്രായമുള്ള 6 ലക്ഷം ആൾക്കാരിൽ 2 പേര് മാത്രമേ കനാനിൽ കയറുള്ളൂ. ബാക്കി 6 ലക്ഷം പേരും ഈ 40 വർഷങ്ങൾ കൊണ്ട് മരുഭൂമിയിൽ ചത്തൊടുങ്ങി എന്നാണ്. 6 ലക്ഷം പേര്. അതായത് മൊത്തം പേരും എന്താണ്? അവർ ഹൃദയത്തെ കഠിനമാക്കിയെന്നാണ്. ഈ പുതിയ നിയമത്തിലേക്കും കടന്നു വരുമ്പോൾ നമ്മളൊക്കെയും ഇല്ലേ വർഷങ്ങളായി വചനം കേട്ട് വരുമ്പോൾ ഒരു പക്ഷേ അനേകരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാറുണ്ട്. അതിനെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലന് അപ്പോസ്തല പ്രവൃത്തിയിൽ 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവരുടെ ഹൃദയം തടിച്ചു പോയെന്നു അല്ലേ. ആവർത്തനം 28 അല്ല അപ്പോസ്തല പ്രവൃത്തിയിൽ 28-ന്റെ 23 മുതൽ ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ വന്നിട്ട് മോശയുടെ പ്രവാചക പുസ്തകങ്ങൾ തുടങ്ങി യേശുക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത്, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ടും ഗ്രഹിച്ച് മനം തിരിയാതെ ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടത് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചു. അപ്പം ആ ഹൃദയത്തിൻ്റെ തടിപ്പ് അത് നമ്മളിലും വരാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനമെന്ന വാളുകൊണ്ട് ആ ഹൃദയത്തെ വെട്ടിക്കഴിയുമ്പോഴേക്ക് ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, വാളുകൊണ്ടു വെട്ടുമ്പോൾ ചങ്കിൽ വെട്ടണേ, വാളുകൊണ്ടു വെട്ടുമ്പോൾ ചങ്കിൽ വെട്ടണേ. ഞാൻ നിങ്ങളും ആഗ്രഹിക്കണം ആ ദൈവവചനമാകുന്ന വാളുകൊണ്ടുള്ള ആ വെട്ട് എൻ്റെ ഹൃദയത്തിൽ ഏൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ തടിപ്പ് മാറും. ഹൃദയം പിന്നെ കഠിനമാകാതെ അത് മൃദുവായിട്ടിരിക്കുകയാണ്. ഹൃദയം കഠിനപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിലും സ്വസ്ഥത അനുഭവിക്കത്തില്ല, വരുവാനുള്ള ലോകത്തിലും സ്വസ്ഥത അനുഭവിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം, കർത്താവേ ഞങ്ങളുടെ ഹൃദയം കഠിനപ്പെടാതെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തടിപ്പെല്ലാം ഇന്ന് മാറുന്ന ദിവസമാക്കി ഞങ്ങളെ തീർക്കണമേ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാരൊരു നാം മോളയാങ്കി കടന്നു വന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, ആശയിൽ കെഞ്ചിടുന്നേ അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ, അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ. പ്രാർത്ഥന ഒരു സന്ധ്യാസമയം കൂടെ നീ ദാനമായി ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അടങ്ങളെ നിമിഷം വരെ കാത്തു ഒരുപാട് വലിയ നന്ദിയോർത്തറിയാൻ നിന്നെ ശ്രദ്ധിക്കുന്നു കർത്താവ്. എൻ്റെ രീതിയിലുള്ള പ്രാർത്ഥനയാണ് മോശങ്ങളാണ് കർത്താവ്. തിരുവൻപാകെ അറിഞ്ഞറിയാതെ സകലങ്ങളെ ക്ഷമിക്കുമാറാണ് നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞാനും സൂക്ഷിക്കണമേ. 4 ദിവസത്തിൻ്റെ കർത്താവിൻ്റെ കർത്താവിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലായിരിക്കുകയാണ് കർത്താവ്. ഞാനുള്ളവരെ കുറിച്ച് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എൻ്റെ
വചനം കേൾപ്പാൻ സ്വർഗമോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ദൈവമായ കർത്താവെ, ഇതുവരെ നിങ്ങളെ കാത്തു വരുവാൻ മഹാദയോട്ടറികൾ വീണ്ടും നിങ്ങളെ ശ്രമിക്കുകയാണ് കർത്താവെ. പലവിധമായ രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ വന്നു കൂടിയിട്ടുണ്ട് കർത്താവെ. എങ്കിലും അവിടെ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നവരുടെ കൃപയോട്ടറികൾ നിങ്ങളെ ശ്രമിക്കുന്നു കർത്താവെ. പാടുവാനും നിങ്ങളുടെ കർത്താവെ സങ്കീർത്തനങ്ങളെ ധ്യാനിക്കുവാനും ഒക്കെയും അവിടുന്ന് കൃപ തന്നതോട്ടറികൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു കർത്താവെ. അപ്പം എൻ്റെ സന്നിധിയിരിക്കുന്ന നിമിഷം വേറെ 1000 ദിവസത്തെ കാലത്വമാണ് നിങ്ങൾ അറിയുന്നത് കർത്താവെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതിനായ നല്ല ദൈവമേ, അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമേ, ഈ അവിടുന്ന് അദ്ദേഹങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യഹോവയാൽ സംഭവിച്ച മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തോന്നുവാൻ സ്വർഗം അടിയങ്ങളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദാഹോ കൈകളവനായ നല്ല ദൈവം, ദൈവത്തിന് വേണ്ടി ഇന്ന് വരെ അടിയങ്ങളെ കാത്തു പരിപാലിച്ച കർത്താവെ. ദൈവമേ, ആപത്തനക്കങ്ങളും രോഗദുഃഖങ്ങളും സ്നേഹായിരങ്ങളുടെ ദൈവമേ, ഈ സമയം ദൈവമേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് വീഴുമ്പോൾ സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ ഇന്ന് വരെ കാത്തു പരിപാലിച്ച വലിയ ദൈവങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് കർത്താവ്. അപ്പം അതിൻ്റെ സന്നിധിയിൽ കർത്താവെ അടിയങ്ങൾ കർത്താവ് ഒന്നുമല്ലാന്ന് അടിയങ്ങൾ സമ്മതിക്കുന്ന കർത്താവ്. സകല വീഴ്ചയും മാനവൻ്റെ കർത്താവ് മാത്രമായിരിക്കണം എന്ന് പ്രാർത്ഥിച്ച കർത്താവ്. ലോകത്തിൻ്റെ മോഹങ്ങളോ സാന്നിധ്യം സർവശക്തനായ ദൈവത്തിൻ്റെ വചനം എന്നേക്ക് നിലനിൽക്കുന്ന സത്യവചനത്തെ ഉറച്ച് വിശ്വസിപ്പാൻ തക്കവണ്ണം എൻ്റെ ദൈവമടികളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് മൂല്യ മക്കളെ എല്ലാവരെയും തിരിച്ചണിയിൽ പരമേൽപ്പിച്ചു കർത്താവ്. അവരുടെ ആവശ്യങ്ങളെ തിരുണ്ടാകട്ടെ കർത്താവ്. രോഗത്താലും പ്രയാസത്താലും ഒക്കെയും ഭാരപ്പെട്ടവരുണ്ട് കർത്താവ്. ഇന്നൊക്കെയും മോചനം തന്ന് രക്ഷിക്കാൻ സർവശക്തനായ ദൈവമല്ലാതെ ദൈവം കാര്യമില്ല കർത്താവ്. ദൈവമേ, തുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ചു കർത്താവ്. എൻ്റെ ദൈവമേ, മനുഷ്യനേകനായിരിക്കുന്ന അന്നെങ്കിൽ എത്രയായ ഗുണയെ കൊടുക്കാമെന്ന് അവിടുന്ന് അളിച്ചത് എൻ്റെ കർത്താവ് ഒക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞാൻ ഇവനെ തിരിച്ചറിഞ്ഞ് സമർപ്പിക്കാൻ കർത്താവ്. അവൻ ജോലിയില്ലാതെ ഭാരപ്പെടുന്നല്ല കർത്താവ്. പിന്നെ അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. ദൈവമേ, അവന് വഴി തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രാർത്ഥിക്കുന്ന ഏഴയുടെ ആരുടെ ദൈവത്തിന് തടസ്സമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മനുഷ്യനെ കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, പ്രിയപ്പെട്ടവരെയും ദാനത്തെ കുഞ്ഞുങ്ങളെയും വിറ്റുപിരിക്കുന്നവർക്കെയും ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കും. അവരൊക്കെ ആയിരിക്കുന്നവർക്ക് അവിടുത്തെ കാവലും ദൂതകണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പൻ്റെ വാദങ്ങളുടെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവമായ കർത്താവിൻ്റെ കാവലും കരുതലുമില്ലാതെ അധികം ഈ ലോകത്ത് വന്നു അവിടുന്ന് മാത്രം നിങ്ങളുടെ സമ്പത്തായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീട്ടിനെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി ഇരുവാൻ തക്കവണ്ണം എല്ലാ മക്കളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർക്കൂടെ ഒഴിവെന്ന് അറിയിച്ചത് സ്വർഗത്തിലെ ദൈവമേ, നിന്റെ തന്നെ യോഗ്യ കണ്ണുനീരിനൊക്കെ ഇന്ന് വരെ പ്രതിഫലം തന്ന ദൈവമാണ്. ആ ദൈവത്തിൽ മാത്രം പ്രത്യാശയോടെയായിരിക്കാൻ സ്വർഗീയതാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവത്തിൽ നന്ദി ഹൃദയത്തോടെ സ്തോത്രം. ഇന്ന് വരെ തന്ന എല്ലാ നമ്മൾക്കായ സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ കൃപകളോട് കൂടെ ഇരിക്കുന്നവർക്ക് സ്തോത്രം കർത്താവ്. അതുകൊണ്ട് ഭാരമുണ്ടെങ്കിലും എൻ്റെ കർത്താവ് വിടിരിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒന്നിനും പുകഴ്ച പ്രാപിപ്പാൻ അല്ലെങ്കിൽ ഇല്ലതാകാം. നിങ്ങൾക്ക് എങ്ങനെ സമ്പത്തായിരിക്കും. നിങ്ങളുടെ കണ്ണുനീരിനെ മാറികിടന്ന് പോകാം. ഇന്ന് വരെ കാത്തു പോകാൻ നല്ല ദൈവമേ, എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുന്ന കർത്താവെ. ചുറ്റുമുള്ളവർക്ക് നിന്നയ്ക്കോ പരിഹാസത്തിനോ ഒന്നും ഇടയാക്കാൻ നിങ്ങളെ കർത്താവെ യഹോവയുടെ അനുഗ്രഹത്താൽ ദൈവമേ നീ നിങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യഹോവ നല്ലവനെന്ന് വിധിച്ചറിഞ്ഞു എപ്പോഴും അടികളെ മേൽ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കണ്ണുനീരും കാലിനെ വീഴ്ചയും പ്രാണനെ മരണത്തിൽ രക്ഷിക്കപ്പെടുകളെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കണ്ണുനീരിൻ്റെ അപ്പന്മാരും കണ്ണുനീർ കുടിപ്പാനും വന്നാൽ ദൈവമായ കർത്താവ് ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ലെന്ന് അനുഗ്രഹ സ്വർഗത്തിൻ്റെ ദൈവമേ. ഉപദേഷ്ടാവിനെ കണ്ടു ദീപാര്യങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവത്തിന് ഹൃദയത്തോടെ സ്തോത്രം കൂടുന്ന മക്കളെല്ലാം ദൈവകരങ്ങൾ പരമേൽപ്പിക്കും. വരാനുള്ളവരെ കൂട്ടുപെടുത്തണമേ. ഓൺലൈനായി കേൾക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ വചനം കേൾപ്പാൻ എൻ്റെ മക്കളാർക്കോടെ കാത്തിരിക്കും. എൻ്റെ വചനം പറയാൻ എൻ്റെ മകനെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്ന പ്രാർത്ഥനയെ യാതൊരു സ്വപ്നത്തിൻ്റെ ദൈവങ്ങളെ ഉത്തരം തന്നിരിക്കാൻ സ്തോത്രം. സകലമാനവും എൻ്റെ കർത്താവ് കിടന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നാമത്തിൽ അന്വേഷിക്കും കൃപയോടെ ഉത്തരമാണ്.
എല്ലാവർക്കും ആരാധനയ്ക്കായി തിരഞ്ഞെടുക്കാം. പാഠപുസ്തകത്തിലെ 87 ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോഭനേറി വന്നാലോ. ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോഭനേറി വന്നാലോ. വേണ്ടായി ലോകായിമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോകായിമ്പം പ്രിയനേ നീ മതി. എന്നും വാട്ടിപ്പാടും ഞാൻ, എന്നും വാട്ടിപ്പാടും ഞാൻ. ലോകത്തിലേക്ക് യാത്രയാം യേശു മാത്രം ശോഭനേറി വന്നാലോ. ഊറ്റവരായിരുന്നവർ ദോഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതർ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. ശക്തിയാല നിത്യവും, ശക്തിയാല നിത്യവും. ലോകത്തിലേക്ക് യാത്രയാം യേശു മാത്രം ശോഭനേറി വന്നാലോ. ലോകത്തിലേക്ക് യാത്രയാം യേശു മാത്രം ശോഭനേറി വന്നാലോ. തേടിയതല്ല ഞാൻ നിന്നെ ഈ ക്രൂശിൻ സ്നേഹം, തേടിയ പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ ഈ ക്രൂശിൻ സ്നേഹം, തേടിയ പാപിയാമെന്നെ. ഓടുന്ന വാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്ന വാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതല്ലേ നീ, മാറുവാനാവതല്ലേ നീ. ലോകത്തിലേക്ക് യാത്രയാം യേശു മാത്രം ശോഭനേറി വന്നാലോ. ലോകത്തിലേക്ക് യാത്രയാം യേശു മാത്രം ശോഭനേറി വന്നാലോ. മാറായുണ്ടി മരുമതിൽ സാരമില്ല മാറായൊന്നാഥനാമേശു. മാറായുണ്ടി മരുമതിൽ സാരമില്ല മാറായൊന്നാഥനാമേശു. മാറാത്ത വാക്കു തന്നാൽ മാറുമോ ആയവേ. മാറാത്ത വാക്കു തന്നാൽ മാറുമോ ആയവേ. മാറാമധുരമാക്കിടോ, മാറാമധുരമാക്കിടോ. ലോകത്തിലേക്ക് യാത്രയാം യേശു മാത്രം ശോഭനേറി വന്നാലോ. ലോകത്തിലേക്ക് യാത്രയാം യേശു മാത്രം ശോഭനേറി വന്നാലോ. വിശ്വാസക്കപ്പൽ പാടുമോ ഈ ഉലകിൽ ഈശാനമൂലമേറുന്നേ. വിശ്വാസക്കപ്പൽ പാടുമോ ഈ ഉലകിൽ ഈശാനമൂലമേറുന്നേ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലോ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലോ. വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ. ലോകത്തിലേക്ക് യാത്രയാം യേശു മാത്രം ശോഭനേറി വന്നാലോ. ലോകത്തിലേക്ക് യാത്രയാം യേശു മാത്രം ശോഭനേറി വന്നാലോ. ശക്തി കാഴ്ച ശബ്ദമേൽ വേണം വിശ്വാസപ്പോരി നിൽക്കുവാൻ. ശക്തി കാഴ്ച ശബ്ദമേൽ വേണം വിശ്വാസപ്പോരി നിൽക്കുവാൻ. ആത്മസിലേത്രനാനേകനായി പാർക്കണം, ആത്മസിലേത്രനാനേകനായി പാർക്കണം. വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ.
മാത്രം ശോഭനേറി വന്നാലും ലോകത്തിലെ ആശ്രയം യേശു മാത്രം ശോഭനേറി വന്നാലും വിശ്വാസ കപ്പതാഴുമോ ഈ ഉലകിൽ ശബ്ദമൂലമേറുന്നേ വിശ്വാസ കപ്പതാഴുമോ ഈ ഉലകിൽ ശാനമൂലമേറുന്നേ ആശ്വാസമേകുവാനി വേഗമായി വന്നാലും ആശ്വാസമേകുവാനി വേഗമായി വന്നാലും വിശ്വാസനായക പ്രിയ വിശ്വാസനായക പ്രിയ ലോകത്തിലെ ആശ്രയം യേശു മാത്രം ശോഭനേറി വന്നാലും ലോകത്തിലെ ആശ്രയം യേശു മാത്രം ശോഭനേറി വന്നാലും ശക്തി കാഴ്ച ശബ്ദങ്ങൾ കേരളം വിശ്വാസത്തോടെ നിൽക്കുവാൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ കേരളം വിശ്വാസത്തോടെ നിൽക്കുവാൻ ായി പാട്ടേണം ായി പാട്ടേണം വിശ്വാസത്യാഗമില്ലാതെ വിശ്വാസത്യാഗമില്ലാതെ ലോകത്തിലെ ആശ്രയം യേശു മാത്രം ശോഭനേറി വന്നാലോ ലോകത്തിലെ ആശ്രയം യേശു മാത്രം ശോഭനേറി വന്നാലോ വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി എന്നും പാടിപ്പാടും ഞാൻ എന്നും പാടിപ്പാടും ഞാൻ ഹല്ലേലൂയ 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 ആരാധനയ്ക്കായി ദൈവം തന്ന ദില്ലിദാനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള അവസരം തന്നവർക്ക് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ കൃപാകൃതികളെ ഞങ്ങൾക്കായിരിക്കാൻ ഒരു അവസരം കൂടെ തന്നവർക്ക് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പം ഈ നിമിഷം വരെയും അങ്ങേ പാടുവാനും സ്തുതിക്കുവാനും ആരാധിക്കാനും സങ്കീർത്തനം ധ്യാനിക്കാനും ഒക്കെ ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, എൻ്റെ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, ഈ നിമിഷം വരെ ഞങ്ങളെ കരുതിയ ഓർത്ത് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരുപാട് ആഴ്ചവട്ടക്കാലം കർത്താവെ, അവിടുത്തെ അത്യന്ത കൃപയിൽ ഞങ്ങളെ നടത്തിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾക്ക് വർണ്ണിച്ചിടാൻ അവിടുത്തെ കൃപയും ദാനവും ഞങ്ങൾക്ക് വർണ്ണിച്ചിടാൻ വാക്കുകളില്ല കർത്താവെ. ഞങ്ങളെ കരുതുന്നതും ഞങ്ങളെ നടത്തുന്നതും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, വചനേൽവിക്കായിട്ട് ഞങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയിൽ താണിരിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവെ. അവയൊക്കെ മുരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിത്യയുടെ ഹൃദയത്തെ തുറന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ കർത്താവെ, നിരദാസനെ ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്രിസ്തു ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ പ്രസ്താവിക്കുവാൻ എൻ്റെ കർത്താവെ നിന്റെ ദാസനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനവാതിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവെ വീണ്ടും വീണ്ടും അത് തടിച്ച ഹൃദയമുള്ളവരായി
തീരുവാൻ ഇടവരാതെ എൻ്റെ കർത്താവെ അത് പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവന്ന് കർത്താവെ മാനസാന്തരത്തിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരുവാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, സത്യവചനങ്ങളെ പ്രാണനെയും തുളയ്ക്കുന്നതായ ആ വചനം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ കേട്ട് കർത്താവെ അത് ക്രിയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വചനം കേട്ട് വിശുദ്ധിയുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അത് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം ഞങ്ങളുടെ ഹൃദയത്തിലെ കർത്താവെ അത് ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ, ആ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് അഭ്യസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കേട്ട് 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 കർത്താവെ ഞങ്ങൾ അനേക വർഷങ്ങളായിട്ട് കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീർന്നിട്ടുണ്ട് കർത്താവെ. കർത്താവെ, അത് ഇനിയെങ്കിലും മാറ്റി കർത്താവെ ഞങ്ങൾക്ക് ആ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ കർത്താവെ, അശുദ്ധിയുള്ള ഹൃദയവും ശുദ്ധിയുള്ള നാവും ഞങ്ങൾക്ക് തന്നു കർത്താവെ. ഞങ്ങളെ അവിടുന്ന് മാനസാന്തരത്തിന്റെ ഫലത്തിൽ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അന്യര് ഞങ്ങളെ പഠിക്കുവാൻ, ജാതികൾ ഞങ്ങളെ പഠിക്കുവാൻ ഇടവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മലമേൽ ശോഭിക്കുന്ന മട്ടണം പോലെ ഞങ്ങളെ ഓരോ ഭവനങ്ങളും ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ സ്വർഗത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ഓരോ ഭവനത്തെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അനേകം പേർക്ക് വെളിച്ചമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിന്റെ വെളിച്ചമായി കർത്താവെ, അതുപോലെ ഞങ്ങൾ ഓരോരുത്തരും വെളിച്ചമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്രിസ്തു ഉള്ളവരായിട്ട്, ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ളവരായിട്ട് ഞങ്ങൾക്ക് ജീവിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനത്തിൽ പറയുവാനിന്റെ ദാസനെ ബലപ്പെടുത്തണമേ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം യേശുവിനെ, സകലവും ജീവൻ വെച്ച് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എഴുപത്തിയൊന്നാമത്തെ പാട്ട് നമുക്ക് പാടി. യേശുവിൻ്റെ അടിസ്ഥാനമാണ്. എൻ്റെ ആശ്രയം മുഴുവനും യേശുവിലാണ്. പാട്ടുകാരൻ പറയുകയാണ്, ആ യേശു എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമി. ഇന്നും അനേകം ആളുകൾ മരുഭൂമിയുടെ അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരലഞ്ഞും വലഞ്ഞും പോവുകയാണ്. യിരെമ്യാപ്രവചനം 17-ാം അധ്യായം 5-ാം വാക്യം നമുക്കറിയാം. മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിൽ ആ വ്യക്തി ഉഴന്ന് അലയുന്നവനാണ്. എൻ്റെ അനുഭവമായിരുന്നു. കാര്യം മനുഷ്യനിലായിരുന്നു എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞാൽ, മരിച്ചുപോയ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാം മനുഷ്യരാണ്, സൃഷ്ടിയാണ്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. സൃഷ്ടി എന്താണെന്ന് മനസ്സിലാക്കണം, അതുപോലെ സൃഷ്ടികർത്താവ് എന്താണെന്ന് മനസ്സിലാക്കണം. അനേകം ആളുകൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയാണ് ഭജിച്ചത്. അവരെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ അവരെ വെടിച്ചപേക്ഷിക്കുക. അതുകൊണ്ട് വരുന്ന ദുരന്തമാണ് മരുഭൂമിയുടെ അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വലയുന്നതായ അനുഭവം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായി യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന അവസ്ഥയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് ആശ്രയിച്ച് വേറൊരാശ്രയം നമുക്കില്ലാതെ നമുക്ക് ഈ പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിൻ്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ, അവൻ എന്നെ വഴി നടത്തും അലയാതെ
ദുഷ്ടരെല്ലാം കഴുകനെ പോലെ ഗമിക്കും മധ്യാകാശമാണി അറയിൽ സാന്ത്വനവുമായി വേല ചെയ്യുവാൻ മധ്യാകാശമാണി അറയിൽ സാന്ത്വനവുമായി വേല ചെയ്യുവാൻ യേശുവിന്റെ അടിസ്ഥാന